നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി ഹജൂർ കച്ചേരിയിലെ മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിൽ അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടി തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരൂരങ്ങാടിയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാകണമെന്നും സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി ജീവൻ വെടിഞ്ഞ ധീരപോരാളികളുടെ മണ്ണാണ് തിരൂരങ്ങാടിയെന്നും എല്ലാവരും തങ്ങളുടെ പൈതൃകത്തെക്കുറിച്ച് തിരിച്ചറിയണമെന്നും അതിനുള്ള സംവിധാനമുള്ള ഈ മ്യൂസിയം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടം പിടിച്ചൊരു സ്ഥാപനമാണിത്. ക്രൂരമായ വിനോദങ്ങൾക്ക്, അക്രമികൾക്ക്, നാടിനെ ദുഷിപ്പിച്ച ഒരു വർഗത്തെ നാടുകടത്താൻ ശ്രമിച്ച നിങ്ങളുടെ മഹാന്മാർ, പിതാക്കന്മാർ, മഹതികൾ, അവർക്കൊക്കെ അടുത്ത യാതനകൾ ഏൽക്കേണ്ടി വന്നു ഈ ചരിത്രഭൂമി. എന്താണ് തിരൂരങ്ങാടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം അല്ലേ? ഇല്ലെങ്കിൽ അടിയന്തരമായി പഠിക്കണം. ആദ്യമായി പഠിക്കണം നമ്മൾ നമ്മുടെ പിതാവിനെ കുറിച്ച്, മാതാവിനെ കുറിച്ച്, അച്ഛനമ്മമാരെ കുറിച്ചാണ്. പിന്നെ നമ്മുടെ തറവാട്ടിനെ കുറിച്ച് പഠിക്കും, നമ്മുടെ ദേശത്തെ കുറിച്ച് പഠിക്കും. എന്താണ് ഈ നമ്മുടെ ദേശം? ഇവിടെ വെടിവെപ്പുകളുണ്ടായി, ക്രൂരമായ മർദ്ദനങ്ങളുണ്ടായി, സ്വതന്ത്ര സമര സേനാനികളെ സന്ധ്യയോടുകൂടി പിന്തിരിപ്പിക്കാൻ വിളിച്ചു വരുത്തി വെടിവെച്ച് തീർത്തവരെ. പ്രശസ്തനായ അലി മുസ്ലിയാർ കേട്ടില്ലേ? അലി മുസ്ലിയാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവലിയൊരു മഹാപണ്ഡിത ശിരോമണിയായി. ഈ ദേശമാകെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചു നടന്നു. നിങ്ങളുടെ അപ്പന്മാർ, ചനച്ചന്മാർ, ഇവരൊക്കെ രാഷ്ട്രത്തിന് വേണ്ടി ഒലിഞ്ഞുപോയി. അക്രമഗിരികളാൽ, ബ്രിട്ടീഷുകാരാൽ തളർന്നു. പഴയ ചരിത്ര സിനിമകളൊക്കെ നിങ്ങൾ കാണണം. ഒട്ടനേകം സിനിമകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ചൊരിച്ചു നിൽക്കുന്നതാണ് ചരിത്രഭൂമി. രാജ്യോല്യമാനമായ ഒരു മഹാസംസ്കാരമാണ് ഇന്ത്യക്കുള്ളത്. പല നാടുകളിൽ നിന്നും ഇങ്ങോട്ടാണ് റിമൈൻഡ് ചെയ്യാൻ, ലോക്കപ്പിലിടാൻ കൊടുത്തിരുന്നത്. ലോക്കപ്പിലേക്ക് കയറി പലരും ജീവനോടെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. കൈകാലുകൾ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് വന്നിട്ടില്ല. പിന്നെ ഒരു പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ക്രൂരമായ മർദ്ദനമുറയായ ഇവിടെയാണ് മ്യൂസിയം ചരിത്രാവിഷ്ഠങ്ങളുടെ പരിവേഷം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർ പാലേരി ഇവിടെ എത്തിയിട്ടുണ്ട്. ചരിത്ര അധ്യാപനം പ്രൊഫസർമാരാണ്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നനവധിയുണ്ട്. ഞങ്ങൾ ഈ സ്ഥാപനം കയ്യിൽ ഏറ്റെടുക്കുന്നേ ഉള്ളൂ. അതിന് പരിപാടി ക്ലാസ്സൊക്കെ ചെയ്തു വരുന്നതാണ്. ഈ സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് ധാരാളമായി പഠിക്കാനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ നോട്ടിഫിക്കേഷനുകളിൽ ലോക പൈതൃക മേഖല അല്ലേ, അങ്ങനെ നോക്കൂ നിങ്ങൾ. ചുമരുകളാകെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ മതിലിന് ചുറ്റും, ഈ കമ്പൗണ്ടിന് ചുറ്റും, ഈ ക്യാമ്പസിന് ചുറ്റും, ഇതിൻ്റെ അകത്തളങ്ങളിലൊക്കെ വ്യത്യസ്തമായ പ്രതിയൊക്കെ നിങ്ങൾ പഠിക്കണം. സൗകര്യം പോലെ വന്ന് നിങ്ങൾക്കൊരു വിശ്രമ കേന്ദ്രമായി മാറ്റാം. തിരൂരങ്ങാടി നഗരസഭ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഡിവിഷൻ കൗൺസിലർ കക്കടവത്ത് അഹമ്മദ് കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. 2007 ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടിയ റിട്ടയർഡ് അധ്യാപകനായ PV സെയ്തലവിയെ തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. പഠന ഗവേഷണങ്ങളിൽ മ്യൂസിയങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സതീഷ് പാലങ്കി മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെ ഒരു മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റുകൾ, വസ്തുക്കൾ ഇല്ലെങ്കിൽ ഇതൊരു മ്യൂസിയമാണ്. അതിന് സാധാരണ നമ്മൾ പറയുക സൈറ്റ് മ്യൂസിയം ആണ്. സൈറ്റ് മ്യൂസിയം. നിങ്ങൾ മലബാർ കലാപവുമായിട്ട്, മലബാർ കലാപം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും മലബാർ കലാപത്തെ കുറിച്ചിട്ട് കേൾക്കാത്ത കുട്ടികൾ ഈ ഭാഗത്ത് ജീവിക്കാൻ പാടില്ല. അങ്ങനെയാണ് അല്ലെ? അങ്ങനെയുണ്ട്. വലിയൊരു ഭൂതകാലം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് തിരൂര്, തിരൂരങ്ങാടി, വേങ്ങര, ചെമ്മാട് ഭാഗങ്ങൾക്കുണ്ട്. അതായത് മലബാറിൽ മ്യൂസിയം എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിലൊക്കെ 1850-കൾക്ക് ശേഷം മാത്രം കാണുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് മ്യൂസിയം അല്ലെ? നിങ്ങളിവിടെ വരുമ്പോൾ
നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ട് ലാഭേച്ഛ കൂടാതെ, അതായത് യാതൊരു ലാഭലക്ഷ്യവും കൂടാതെ പഴയകാല വസ്തുക്കളെയും മൺമറഞ്ഞു പോയ അവശിഷ്ടങ്ങളെയും പ്രദർശിപ്പിച്ചുകൊണ്ട്, അവ ശേഖരിച്ചുകൊണ്ട്, അവ പ്രിസർവ് ചെയ്തുകൊണ്ട്, പ്രദർശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് അതിലൂടെയുള്ള വിജ്ഞാനം പകരുക എന്നുള്ളതാണ് മ്യൂസിയങ്ങളുടെ ധർമ്മം, അല്ലേ? അപ്പോൾ പഴയ കാലം ഇല്ലെങ്കിൽ മ്യൂസിയം ഇല്ല എന്ന് നിങ്ങൾ ഒരു പക്ഷെ പറയും. പഴയ കാലം ഇല്ലെങ്കിലും മ്യൂസിയങ്ങളുണ്ട്. എത്ര തരത്തിലുള്ള മ്യൂസിയങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പൊതുവെ ജനറലായിട്ട് പറയുക 5 തരത്തിലുള്ള മ്യൂസിയങ്ങളുണ്ട്. മ്യൂസിയം എന്ന ഒരു മേഖല, ഒരു വിജ്ഞാന മേഖല തുടങ്ങിയപ്പോൾ തന്നെ അത് ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നില്ല. നിങ്ങളൊരു പക്ഷേ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവാം നവോത്ഥാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യൂറോപ്പിൽ സംഭവിച്ച നവോത്ഥാനത്തെക്കുറിച്ച്. ജില്ലാ പൈതൃക മ്യൂസിയം ഇൻചാർജ് ഓഫീസർ ജീവ മോൾ KS സ്വാഗതവും അനീസ് അലി നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി കൊളപ്രം സ്വദേശികളായ കുട്ടൻ, ഗോവിന്ദൻ എന്നിവർ മൺപാത്ര നിർമ്മാണം പ്രദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.